നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യാത്രക്കാരെ മുൾമുനയിൽ നിർത്തി വിമാനത്തിന് യാത്രക്കിടെ തകരാറ് സംഭവിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്ന് എയർ അറേബ്യ വിമാനമാണ് കൊച്ചിയിൽ ലാൻഡിംഗ് നടത്തിയിരിക്കുന്നത്. വിമാനത്താവള അധികൃതരെയും ജീവനക്കാരെയും മുൾമുനയിൽ നിർത്തിയ ശേഷമായിരുന്നു വിമാനത്തിന്റെ അടിയന്തര ലാൻഡിംഗ് നടന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചി മുൾമുനയിൽ നിർത്തുന്നതായിരുന്നു എയർ അറേബ്യയുടെ ലാൻഡിംഗ്. യാത്രക്കിടെ സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്ത എയർ അറേബ്യ വിമാനം കൊച്ചിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായി റിപ്പോർട്ട്. സാങ്കേതിക തകരാറിനെ തുടർന്ന് എയർ അറേബ്യ കൊച്ചിയിൽ ലാൻഡിംഗ് നടത്തി. വിമാനത്താവള അധികൃതരെയും ജീവനക്കാരെയും മുൾമുനയിൽ നിർത്തിയ ശേഷമായിരുന്നു വിമാനത്തിന്റെ ലാൻഡിംഗ്. ഇന്നലെ കൊച്ചിയെ മുൾമുനയിൽ നിർത്തുന്നതായിരുന്നു എയർ അറേബ്യയുടെ ലാൻഡിംഗ്. യാത്രക്കിടെ സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്ത എയർ അറേബ്യ വിമാനം കൊച്ചിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. വിമാനത്താവള അധികൃതരെയും ജീവനക്കാരെയും മുൾമുനയിൽ നിർത്തിയ ശേഷമായിരുന്നു വിമാനം ലാൻഡ് ചെയ്തത്. ഷാർജയിൽ നിന്ന് 222 യാത്രക്കാരും 7 ജീവനക്കാരുമായി പുറപ്പെട്ട എയർ അറേബ്യ G9426 വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതായി തിരിച്ചറിയുകയായിരുന്നു. ഇതോടെ കൊച്ചി വിമാനത്താവളത്തിൽ വൈകിട്ട് 6:41 സമ്പൂർണ്ണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 7:13 ലാൻഡ് ചെയ്യേണ്ട വിമാനം 7:29 ലാൻഡ് ചെയ്യാനായത്. വിമാനത്താവളത്തിലെ അടിയന്തരാവസ്ഥ പിൻവലിച്ചു. വിമാന സർവീസുകൾ സാധാരണ നിലയിലായി. യാത്രക്കാർ എല്ലാവരും സുരക്ഷിതരാണെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. കൊച്ചിയിൽ എയർ ഏഷ്യ സുരക്ഷിതമായി ലാൻഡ് ചെയ്തതിന് പിന്നാലെ തിരുവനന്തപുരത്ത് നിന്നും സന്തോഷ വാർത്ത വരികയാണ്. ശ്രീലങ്കയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി ഇന്ധനം നിറച്ച വിമാനങ്ങളുടെ എണ്ണം 100 കടന്നു. സാമ്പത്തിക പ്രതിസന്ധിയും ആഭ്യന്തര പ്രശ്നങ്ങളും ഇന്ധനക്ഷാമം രൂക്ഷമാക്കിയതിനെ തുടർന്നാണ് ശ്രീലങ്കയിൽ നിന്നുള്ള വിമാനങ്ങൾ ഇന്ധനം നിറയ്ക്കാനായി കേരളത്തിലെ വിമാനത്താവളങ്ങളെ ആശ്രയിച്ചു തുടങ്ങിയത്. ശ്രീലങ്കയ്ക്ക് അടുത്തായതിനാൽ അദാനി ഗ്രൂപ്പിന് നടത്തിപ്പവകാശമുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കാണ് കൂടുതൽ വിമാനങ്ങൾ എത്തിയത്. ശ്രീലങ്കയിൽ നിന്ന് ഇന്നലെ വരെ 101 വിമാനങ്ങളാണ് ഇന്ധനം നിറയ്ക്കാനായി എത്തിയത്. ഇതിൽ ശ്രീലങ്കൻ എയർലൈൻസിന്റെ 65 വിമാനങ്ങളുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് ഓസ്ട്രേലിയയിലെ മെൽബൺ, സിഡ്നി, ഫ്രാൻസിലെ ഫ്രാങ്ക്ഫർട്ട്, പാരീസ് എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന വിമാനങ്ങളാണിവ. ഫ്ലൈ ദുബായിയുടെ 11, എയർ അറേബ്യ 10, ഒമാൻ എയർ 9, ഗൾഫ് എയർ 6 എന്നീ വിമാനങ്ങളും ഇവിടെ നിന്ന് ഇന്ധനം നിറച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ശ്രീലങ്കയിലെത്തിയ ശേഷമാണ് ഇന്ധനം നിറയ്ക്കാനായി എത്തിയത്. ഇതുവരെ 5000 കിലോമീറ്റർ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലാണ് വിമാനങ്ങളിൽ നിറച്ചത്. അതേസമയം കൊച്ചിയുടെ സമീപത്തുകൂടിയുള്ള രാജ്യാന്തര വ്യോമപാതകളിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനം ഒരുക്കി സിയാൽ. ടെക്നിക്കൽ ലാൻഡിംഗിന് സിയാൽ സംവിധാനം ഒരുക്കിയിട്ട് 3 ദിവസം പിന്നിട്ടു. ഇതിനിടെ 9 രാജ്യാന്തര വിമാനങ്ങളാണ് ഇവിടെ ഇന്ധനം നിറയ്ക്കാനായി ഇറങ്ങിയത്. 4.75 ലക്ഷം ലിറ്റർ ഇന്ധനമാണ് വിമാനങ്ങളിൽ നിറച്ചത്. ഇന്ധന വിൽപ്പനയിലൂടെയുള്ള ലാഭത്തിന് പുറമെ ലാൻഡിംഗ് ഫീ ഉൾപ്പെടെയുള്ള അധിക വരുമാനവും ലക്ഷ്യമിട്ടാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ശ്രീലങ്കയിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായതോടെ ഏതാനും വിമാന കമ്പനികൾ ഈ ആവശ്യമായി സിയാലിനെ സമീപിച്ചിരുന്നു. ഇതോടെയാണ് ഇതിനുള്ള സൗകര്യമൊരുക്കാൻ സിയാൽ തീരുമാനിച്ചത്. ഇതോടെ കൊളംബോയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും പോകുന്ന വിമാനങ്ങളാണ് ഇന്ധനം നിറയ്ക്കാനായി കൊച്ചിയിലേക്ക് ഇറങ്ങിയത്. ഈ സാധ്യത മുന്നിൽ കണ്ടതോടെ സിയാലിന്റെ വിമാന ഇന്ധന ഹൈഡ്രൻ സംവിധാനങ്ങളും പരമാവധി കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സിയാൽ പദ്ധതി തയ്യാറാക്കിയിരുന്നു.